എന്തുമാത്രം എത്ര പേരെക്കുറിച്ചുള്ള പരാതികളാണ് CPM നേതൃത്വത്തിൻ്റെ കൈ കെട്ടിയിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് പോലീസിലേക്ക് പോലും ഫോർവേഡ് ചെയ്യാതെ നിൽക്കുകയാണ്. നോക്കൂ, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഞാണുമ്മൽ കളിയാണ്. അതൊരു ട്രിപ്പീസ് കളിക്കാരൻ്റെ മെയ്വഴക്കം വേണം, നാവുവഴക്കവും വേണം. അതില്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നതിൻ്റെ ഒരു ഉത്തമ തെളിവ് അത് നമുക്ക് കേട്ടു നോക്കാം. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇന്ന് പത്രങ്ങളെ സമീപിച്ചത് ഒരു വല്ലാത്ത വീറും വാശിയോടും ഒരു ഉത്തേജക മരുന്നൊക്കെ കഴിച്ച ഒരു ആവേശത്തിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന് മാധ്യമങ്ങളെയൊക്കെ കാണാൻ ഒരല്പം ചമ്മലുണ്ടായിരുന്നു. കാരണം ഈ രാഹുൽ മാങ്കൂട്ടം വരുത്തി വെച്ച വിനയം തന്നെയാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ അതൊക്കെ ഇന്നലെ 2:15 കൂടിയാണെന്ന് തോന്നുന്നു ആ കൃത്യം നിർവഹിച്ചു KPCC. അദ്ദേഹത്തെ ആ ബ്രഹ്മാസ്ത്രമേത് അദ്ദേഹത്തെ പട്ടിക്ക് പുറത്ത് കിടത്തി പിണ്ണം വെച്ചു എന്നൊക്കെ അതിലെ തന്നെ നേതാക്കൾ അവകാശപ്പെട്ട പോലെ ആ പ്രക്രിയ നടന്നിരിക്കുന്നു. അപ്പോൾ മുതൽ കിട്ടിയ ഒരു ആവേശമാണ്. അതിൻ്റെ ഒരു ആവേശത്തിൽ ഇപ്പോൾ CPIMനെ അങ്ങ് കടന്നാക്ഷേപിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായി നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ വെള്ളം എങ്ങനെയാണോ ഒരു ജലാശയത്തിൽ നിൽക്കുന്നത് അതുപോലെ പരിശുദ്ധിയോടുകൂടി നമ്മുടെ കോൺഗ്രസ് നിൽക്കുമ്പോൾ CPMനെ കിട്ടിയ അവസരത്തിൽ അങ്ങ് ആക്രമിക്കുകയാണ്. ഇപ്പം പിടിവിട്ടോ എന്നൊരു സംശയമുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. കൃഷ്ണൻ പോറ്റിയുടെ പുറകിൽ വൻ തോക്കുകൾ എന്നുള്ള വാക്കാണ് കോടതി ഉപയോഗിച്ചത്. അറസ്റ്റ് ചെയ്യപ്പെട്ടവരിനേക്കാൾ പ്രധാനപ്പെട്ട ആളുകൾ, പ്രധാനപ്പെട്ട വൻതോക്കുകൾ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറകിലുണ്ട് എന്നാണ്. മുൻ ദേവസ്വം മന്ത്രി, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലേക്കുള്ള CPM നേതാക്കളുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ വന്നു ചേരാനുണ്ട് എന്നാണ് കോടതി വിധിയിലൂടെ പുറത്തു പറയേണ്ടത്. ഈ PM ശ്രീ ഒപ്പുവയ്ക്കാൻ പറയും കയ്യാളിൻ്റെ ജോലിയെ നമ്മുടെ ശിവൻകുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പാലത്തിലൂടെ നടക്കുന്നത് നല്ല കാര്യത്തിനല്ലല്ലോ, കേരളത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല. BJP CPM ബാന്ധവമാണ്. റേപ്പ് കേസിൽ പ്രതിയായ MLAയോട് രാജിവെക്കണമെന്ന് പോലും അവർ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? അവർ പുറത്താക്കിയോ? അദ്ദേഹം LDFൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമാണ്. LDFൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമാണ് അല്ലേ മുകേഷ്? അതിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇനി വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്ന് അദ്ദേഹം മന്ത്രിയാവുന്ന. ഞാൻ അവിടെയല്ലേ, ഞാൻ കോൺഗ്രസിനെ കുറിച്ച് അഭിമാനിക്കുന്നു എന്ന് പറയാൻ കാര്യം എന്താ? ഞങ്ങളുടെ മുമ്പിൽ ഒരു തെളിവ് പോലും ഇല്ലാതെ, ഒരു പരാതി പോലും ഇല്ലാതെ ഒരു കാര്യം വന്നപ്പോൾ, പരാതി പോലും ഇല്ല എന്നപ്പോൾ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. ഒരു കത്ത് വന്നപ്പോൾ ഞങ്ങൾ പുറത്താക്കി അല്ലേ? നമുക്കും കോൺഗ്രസിനെ പറ്റി വലിയ അഭിമാനം തോന്നുന്നുണ്ട്. സതീശൻ സാറിന് തോന്നുന്നുണ്ട്. അതാണ് കോൺഗ്രസിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ അഭിമാനം. എന്തുകൊണ്ടാണ് വെറുതെ ഉണ്ടാകുന്നതല്ല, ഒരു പരാതി പോലെ ഒരു തെളിവോ ഒന്നും ഇല്ലാണ്ട് തന്നെ ഒരു MLA സസ്പെൻഡ് ചെയ്യാൻ അത്രയും അഭിമാനബോധമുള്ളൊരു പാർട്ടിയാണ്. അങ്ങനെയൊക്കെ ഭരണഘടനയുള്ള ഒരേ ഒരു പാർട്ടിയാണ്, ലോകത്തെ തന്നെ ഒരു അപൂർവമായ പാർട്ടിയാണ്. പിന്നെയോ ഒരു കത്ത് കിട്ടിയോടുകൂടെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് അങ്ങ് പുറത്താക്കുകയും ചെയ്തു എന്നാണ് പറയണത്. പിന്നെ ഒരു സംശയം നിങ്ങൾ ചോദിച്ചേക്കാം, ഇന്നലെയല്ലേ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോഴല്ലേ നിങ്ങൾ അടുത്ത സെക്കൻഡിൽ അതിന് കാത്തു നിന്നിട്ട് പുറത്താക്കിയതെന്ന്? സപ്പോസ് ജാമ്യം കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ പുറത്താക്കുമായിരുന്നു എന്ന ചോദ്യമൊന്നും അങ്ങോട്ട് ചോദിക്കരുത്. ഇനി ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്നു അത്രേ. ആ അപ്പീലെങ്ങാനും ജാമ്യം അനുവദിച്ചാൽ ഇദ്ദേഹത്തെ തിരിച്ചെടുക്കാനും ആ പാർട്ടിക്ക് പ്രൊവിഷൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും അത് നമുക്ക് വരും ദിവസങ്ങളിലല്ലേ അറിയാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കോൺഗ്രസ്സാണ്. വലിയ ജനാധിപത്യ ബോധമുള്ള പാർട്ടിയാണ്. വലിയ ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്. ആർക്കും എന്തും പറയാൻ പറ്റും, ആർക്കും എന്തും ചെയ്യാൻ കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആരും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും. അതില്ലാതെ സൂക്ഷിക്കണം. എന്തായാലും നമുക്ക് സതീശൻ സാറിന് പറയാനുള്ളത് ഇനിയുമുണ്ട്, കേട്ടു നോക്കാം. എല്ലാത്തിൽ നിന്ന് രാജ്യം കോൺഗ്രസ് ആണ് മാതൃകാപരമായ പാർട്ടി. ഇപ്പൊ ആരായി പ്രതിരോധത്തിൽ ഇപ്പൊ ആരാ പ്രതിരോധത്തിലായത്? മാതൃകയാക്കാൻ പറ്റിയ ഒരേ ഒരു കക്ഷി ഇന്ത്യയിലുണ്ടെങ്കിൽ, ലോകത്ത് തന്നെ ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ അത് കോൺഗ്രസ് ആണ്. ഇതുപോലെ ആയിരിക്കണം. ഇപ്പൊ ആരാ പ്രതിരോധത്തിലായത്? മാർക്സിസ്റ്റ് പാർട്ടിക്കാരല്ലേ. എന്തുകൊണ്ടാ? ഇതാ പറഞ്ഞു തരും, കേട്ടോളൂ. ഇവരെല്ലാം സംരക്ഷിക്കുന്നവരാരായി? ഈ എല്ലാവർക്കും കുടപിടിച്ചു കൊടുക്കുകയല്ലേ. എന്തുമാത്രം എത്ര പേരെക്കുറിച്ചുള്ള പരാതികളാണ്
CPM നേതൃത്വത്തിൻ്റെ കൈ കെട്ടിയിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് പോലീസിലേക്ക് പോലും ഫോർവേഡ് ചെയ്യാതെ നിൽക്കുകയാണ്. ആ കുറ്റപത്രം സമർപ്പിച്ച് ജയിലിൽ റേപ്പ് കേസിലെ പ്രതിയെ കൂടെ കൊണ്ടിടക്കല്ലേ. അപ്പോഴും പിണറായി സാറെ പറഞ്ഞില്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കണ്ട, ഈ കേസിലൊന്നും പെടുത്തണ്ടെന്ന്. എന്നാൽ ഇപ്പോൾ അതൊക്കെ കേൾക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ടല്ലേ നിങ്ങളെപ്പറ്റി, നിങ്ങളുടെ പക്ഷത്തുള്ള ഇതുപോലെയുള്ള ആൾക്കാരുടെ കഥ പറയണത്. നേരത്തെ മുകേഷിനെ പറ്റി ഇദ്ദേഹം പറഞ്ഞല്ലോ, അതിന് മുകേഷ് തന്നെ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. അതിനെപ്പറ്റി നോ കമന്റ്സ്. ഞാൻ പറയാൻ പാടില്ല, ഞാൻ ഒന്നും പറയാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം എൻ്റെ ഭാഗത്ത് ഇപ്പോഴും ഇല്ല, നേരത്തെയും ഇല്ല, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അതിനുവേണ്ടി വെച്ച വെള്ളം അങ്ങ് വാങ്ങിയേരെ എൻ്റെ വായിൽ നിന്നും ഒരു തരത്തിലും ആരെയും അപകീർത്തിപ്പെടുത്തുന്നതോ വിഷമിപ്പിക്കുന്നതോ കാര്യം വരുത്തില്ല. എന്നെ അത് ഏശിയിട്ടില്ല. കാര്യം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു കുറ്റബോധം ഉണ്ടാകും. ഞാൻ ചെയ്തതല്ലേ, ഞാൻ ചെയ്തു. ഇത് കോടതിയിലിരിക്കുന്നതാണ്, തെളിയിക്കട്ടെ. അതിനകത്തൊരു ഭയങ്കര ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇവർ പറയുന്ന പോലെ ഒന്നും അല്ല എന്നുള്ളത് എനിക്കറിയാമല്ലോ, എന്നാലല്ലേ എനിക്കിത് നേരിടാൻ പറ്റത്തുള്ളൂ. ഈ സബ് ജുഡീസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് പൊളിക്കാൻ വേണ്ടി പല ആൾക്കാരും നോക്കും. കാര്യം നമ്മൾ പൊളിഞ്ഞ ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ അത്രയെങ്കിലും ഒരു സാമാന്യ ബോധം നമ്മൾക്ക് വേണം. നമ്മൾ എന്നാൽ പിന്നെ ഈ ഇവിടുത്തെ കോടതിയും വക്കീലും പോലീസും ഒന്നും വേണ്ടല്ലോ. ഞാനിതാണ് പറയുന്നത് എന്നല്ല, ഇതിപ്പോൾ അങ്ങനെ വന്നു, ഇനി അവർ പറയട്ടെ, അപ്പം നമുക്ക് നോക്കാം. മക്കളുടെ പേരും കൂടി അവർ പറയുന്നത് അല്ല, അത് അവരുടെ ഒരു കച്ചിത്തുരുമ്പല്ലേ, പറഞ്ഞോട്ടെ. അല്ലെങ്കിൽ അവരെവിടെ ചെന്ന് നിൽക്കും, പറഞ്ഞോട്ടെ. അതൊക്കെ സാധാരണ കേരളത്തിലുള്ള ജനങ്ങൾക്കൊക്കെ നല്ലപോലെ അറിയാം. കോൺഗ്രസ്സുകാര് എത്ര ആവർത്തി പറഞ്ഞാലും അത് നമ്മുടെ മുകേഷ് സാറിനെ എഫക്റ്റ് ചെയ്യുന്ന പ്രശ്നമില്ല. അവര് പറഞ്ഞോട്ടെന്നേ, അവരുടെ ഒരു കച്ചിത്തുരുമ്പല്ലേ, അത്രയേ കണക്കാക്കിയിട്ടുള്ളൂ. ഇനി ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക, അതെന്തുമാകട്ടെ. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന ഈ അപൂർവ പ്രതിഭാശാലിയെ വളം വെച്ചും വെള്ളം കൊടുത്തും വളർത്തിയത് ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ്. അതിൻ്റെ പാപഭാരം എന്തായാലും മുകേഷിൽ ചാർത്താനോ CPM ചാർത്താനോ പറ്റില്ല. അതിൻ്റെ വിശദമായ കഥകളുണ്ട്. അതാരൊക്കെയാണെന്ന് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പറയാം. കാത്തിരിക്കുക. താങ്ക് യു.